ഇതെങ്ങനെയുണ്ട്? ശരിക്കും പറ ശൈലജ, ഇത് സെക്കൻഡ് എടുത്തേ? എന്റെ കാവ്യ, നമ്മൾ കാശ്മീരിലേക്കാണ് പോണത്. അവിടെ സ്വെറ്റർ ഇട്ടാ നടക്ക. അയ്യടാ, ഞാൻ സ്വെറ്റർ ഒന്നും ഇടില്ല. എനിക്ക് പിക്ക് എടുക്കണം. -40 അവിടെ തണുത്ത് ചാവും. ചത്താലും കുഴപ്പമില്ല, എനിക്ക് പിക്ക് എടുക്കണം. ആ മിന്നൊക്കെ നല്ല അടിപൊളിയായിട്ട് എനിക്ക് വരാൻ പോണേ. സ്ലീവ്ലെസ്സാ. നമ്മള് കാശ്മീരിനാ പോണേ, അല്ലാണ്ട് വർക്കലക്കല്ല. ആകാശത്തിന് കീഴിലുള്ള ഏത് മണ്ണും ഈ മിന്നൂന് ഒരുപോലെയാ. ആട്ടെ, എറണാകുളത്തെ മണ്ണല്ലാണ്ട് വേറെ ഏതൊക്കെ മണ്ണ് കണ്ടിട്ടുണ്ട്? ഒന്ന് പോയായിരുന്നു. എനിക്കും കാവ്യക്കും കുറെ വീഡിയോസ് ഒക്കെ എടുക്കാനുള്ളതാ. അപ്പൊ ഒന്ന് സെറ്റായിട്ടൊക്കെ വേണ്ടി പോവാൻ. അതിനല്ലേ ആ ഒരു സ്വെറ്റർ മേടിച്ച് വെച്ചേക്കണേ? സ്വെറ്റർ എന്റെ പട്ടിയിടും. അത് ഞാൻ തന്നെ ഇടാം. ക്യാരി ഓൺ. നീ ബാക്കി ചെയ്യണല്ലേ? 2 ആഴ്ച കഴിഞ്ഞ് പോണ ട്രിപ്പിനാ. അയ്യടാ, കുപ്പി വാങ്ങിച്ചു വെക്കുന്ന കണ്ടല്ലോ. അതിപ്പോ ഞങ്ങൾക്കും തണുക്കില്ലേ കാവ്യേ? മര്യാദക്ക് പാക്ക് ചെയ്തോട്ടോ. അവിടെ ചെന്നിട്ട് അത് കണ്ടില്ല ഇത് കണ്ടില്ല എന്ന് പറഞ്ഞ എന്റെ പറക്കെ വന്നാ ഞങ്ങളൊന്നും വരുന്നൊന്നുമില്ല. ഓ, എന്നാലും ശൈലേഷ് എന്നെ പ്ലാനിങ് ആണല്ലേ. നമ്മൾ നാളത്തെ കാര്യം ആലോചിച്ചിരിക്കുമ്പോൾ അളിയനത് 2 ആഴ്ച മുമ്പ് സെറ്റാക്കിയിട്ടുണ്ടാവും. ഓ, സമ്മതിക്കണം. പിന്നെ എക്സാം ഹാളിൽ ഹോൾ ടിക്കറ്റ് പോലെ എടുക്കാതെ പോയവനാ. അതാണ് ഇപ്പൊ ഇമ്പോർട്ടന്റ് കാര്യം. രണ്ടും കൂടി അവിടെ കിടന്ന് കുടിച്ചു കൂത്തറ വല്ല പ്ലാനോടെ രണ്ടിനും കിട്ടൂടി എന്റെ അടുത്തുനിന്ന്. കേട്ടല്ലോ? ഗ്ലാസ് എടുക്കുന്നു, ഒഴിക്കുന്നു, ഓടിപ്പോയി മുറ്റത്തുനിന്ന് ഇച്ചിരി ഐസ് എടുത്തിടുന്നു. കാശ്മീരിലെങ്ങാനും ജനിച്ചാൽ മതിയായിരുന്നു. ഗായ്സ്, ഇവിടെ ഭയങ്കര മഴയാണ്, പക്ഷെ ഞങ്ങൾ ഭയങ്കര എക്സൈറ്റഡ് ആണ്. ഞങ്ങളുടെ ആദ്യത്തെ കപ്പിൾ ട്രിപ്പാണിത്. ഫിംഗേഴ്സ് ക്രോസ്ഡ് ഗായ്സ്. അപ്പൊ നമ്മുടെ ലൈവ് കാണുന്ന ആൾക്കാർ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത്. ബാക്കി വീഡിയോസ് ഞങ്ങൾ കാശ്മീരിൽ വന്നിട്ട് പോസ്റ്റ് ചെയ്യാം. ലവ് യു ഗായ്സ്. ബൈ. ചാനലിന്റെ പേര്? അയ്യോ, അപ്പൊ ചാനലിന്റെ പേര് മറക്കണ്ട. ലവ് സ്ക്വയർ. ആകെ മൊത്തം 2 പേരെ ലൈവ് കാണുള്ളൂ. അതിലൊരാൾ ഞാനാ. ഓണറും ഉണ്ട്. നമുക്ക് അങ്ങോട്ട് പോവാം. പുള്ളിനെ ഇങ്ങോട്ട് കയറ്റാൻ കൊള്ളൂല. എന്താണ് മക്കളെ, ട്രിപ്പൊക്കെ പോണെന്ന് കേട്ടല്ലോ? ചെറുതായിട്ട്. ആ പെണ്ണിന്റെ ഇവിടെ നിന്ന് ഓടിച്ചു വിട്ടപ്പോ നിനക്കൊക്കെ സമാധാനമായല്ലോ അല്ലേ? അവള് പണ്ട് ഇവിടെ പറഞ്ഞേട്ടാ. നിനക്കൊക്കെ വീട് വന്നപ്പോ തൊട്ട് എന്റെ നെഞ്ചുവനെ തുടങ്ങിയതാ. എന്തൊക്കെ ഇവിടെ നടക്കണേ? വെള്ളമടി, പ്രേതം, കൊട്ടേഷൻ. ഇനി എന്തെങ്കിലും ഒരു കംപ്ലൈന്റ് നിങ്ങളെ കുറിച്ച് വന്നാൽ പിന്നെ ഇവിടെ നിൽക്കാൻ പറ്റത്തില്ല. ചേട്ടാ, ഞങ്ങളിപ്പോ നല്ല കട്ട തങ്സാ. കണ്ടില്ലേ? അതിന് ഞങ്ങളിപ്പോ ഡീസന്റ് ആയേട്ടാ. കണ്ടാ മതി, വല്ലാതെ അങ്ങ് ജങ്സ് ആവണ്ട. അതെന്താട്ടാ അങ്ങനെ ഒരു ടെല്ലിങ്? കഴിഞ്ഞ ആഴ്ചയെ ഞങ്ങളുടെ കോളേജിൽ ഒരു ഗെറ്റ് ടുഗദർ ഉണ്ടായിരുന്നു. അന്ന് ഒരുമിക്കാൻ പറ്റാതിരുന്ന കണക്കുരുവികളെ ചാൻസ് കിട്ടിയപ്പോ ഒളിച്ചോടിപ്പോയി. ആ, നീ എന്താടാ റെയിൻകോട്ടൊക്കെ ഇട്ടിട്ട്? കൊട കിട്ടിയില്ല. നീ പോകുന്നുണ്ടോ ട്രിപ്പിന്? കുട്ടേട്ടനില്ലാതെ എന്ത് ട്രിപ്പ്? നമ്മുടെ രാജേഷ് ശൈലിയും ഒളിച്ചോടി പോയത് നീ അറിഞ്ഞില്ലേ? അത് ഞാൻ അറിഞ്ഞായിരുന്നു. അറിഞ്ഞാ മതി. ഞാൻ പോകുന്നു പിള്ളേരെ. നിങ്ങളെന്തിനാ ഇങ്ങനെ മൂഡ് ഔട്ട് ആവണത്? ട്രിപ്പ് മൂഡ് ഓൺ ആവട്ടെ. നല്ല ശീതളിപ്പ്, നല്ല ആൽക്കഹോളിക് വെതർ. എൻ്റെ കൂടെ വരിക, ഞാനൊരു സാധനം അങ്ങോട്ട് തരാം. ആ ഹൗസ് ഓണർ പ്രാന്താടാ. അയാൾക്ക് ഗെറ്റ് ടുഗദറിന് പെണ്ണ് കിട്ടാതെ കടിയാ. നീ ഒന്നോട് വിളിച്ചേ. ഓരോ അടിച്ചിട്ട് പറ കുട്ടേട്ടാ. മതി. ഇന്നും കൂടി അവളുടെ ഫേസ്ബുക്ക് പ്രൊഫൈലിൽ കയറി നോക്കി. കഴിഞ്ഞ ആഴ്ച അവളുടെ 2ാമത്തെ കൊച്ചിൻ്റെ ചോറൂണായിരുന്നു. ഇപ്പോഴും മിസ് ചെയ്യണ്ടല്ലേ? എപ്പോഴും. നീ ഓർമ്മോട് ഒഴിച്ചടാ. മതി കുട്ടേട്ടാ, നീ മിച്ചെടുത്ത് കഴിച്ചേ. ട്രിപ്പ് പോവാനുള്ളതാ. കുട്ടേട്ടന് ഈ ഗെറ്റ് ടുഗദർ ഒന്നും ഉണ്ടായിട്ടില്ല? പിന്നീട് ഈ പറഞ്ഞ ആളെ കണ്ടിട്ടില്ല? നീ ഒന്ന് ചുമ്മാതിരുന്നേ മിന്നു. കുട്ടേട്ടൻ പറയട്ടെ, പറയ്. ഉണ്ടായിരുന്നു. അവളെ പിന്നെ കാണുകയും ചെയ്തു. എന്നിട്ട് ഒരു ചിരി, സുഖാണെന്നൊരു വാക്ക്. എനിക്കാദ്യം കാവ്യനെ കണ്ടപ്പോ പേടിയായിരുന്നു. ഞാൻ വിചാരിച്ച എന്നോട് ദേഷ്യായിരിക്കുന്നു. ആദ്യം എനിക്ക് അറിയില്ലായിരുന്നല്ലോ, പക്ഷെ അറിഞ്ഞു കഴിഞ്ഞപ്പോ ദേഷ്യമൊക്കെ വന്നു. ഇവനാ 11 അറിഞ്ഞപ്പോണ്ടല്ലോ ഇവന്റെ കൂമ്പിനിട്ടിടിക്കാൻ തോന്നി. ഒരു പെക്കെടുക്കട്ടെ. അതെ, ഈ ബ്രേക്കപ്പ് ആവുമ്പോ അതിപ്പോ എങ്ങനെയായാലും ആമ്പിള്ളേര് പിന്നെയും പഴയ കാമുകിമാരെ ഫോണിൽ വിളിക്കും.
പക്ഷെ പെമ്പിള്ളേർ ഫോൺ എടുക്കൂല. എനിക്കൊന്ന് അറിയാൻ വേണ്ടിയിട്ട് അന്നേരം നിങ്ങളുടെ മനസ്സിൽ കൂടെ എന്താ പോണത്? അതിപ്പോ സംസാരിച്ചു കഴിഞ്ഞാ പഴയ പോലെയൊക്കെ ആവോന്നുള്ള പേടിയൊക്കെ ആയിരിക്കും മിക്കവർക്കും. പക്ഷേ എനിക്കങ്ങനെ ആവണ്ടായിരുന്നു. അതിന് ബ്ലോക്ക് ചെയ്ത് വെക്കണോ? അത് മസ്റ്റാ. അല്ല, എന്റെ കല്യാണം ഉറപ്പിച്ചപ്പോ ജിതിനെന്താ തോന്നിയേ? വാട്സാപ്പ് ഗ്രൂപ്പിൽ അറിഞ്ഞ വട നേരെ ബാറിലിട്ട് വെച്ച് പിടിച്ചു. പിന്നല്ലാണ്ട്. ആദ്യം ഭയങ്കര അസൂയായിരുന്നു. ചെറുക്കൻ എഞ്ചിനീയറാണെന്നും കൂടി അറിഞ്ഞപ്പോൾ അത് കൂടി. പിന്നെ മെല്ലെ മെല്ലെ അത് കുറഞ്ഞു. പിന്നെ നിങ്ങൾ ഒന്നിച്ചുള്ള ഫോട്ടോസ് കണ്ടപ്പോൾ സത്യം പറഞ്ഞാൽ എനിക്ക് സന്തോഷമായി. തനിക്ക് സ്യൂട്ടബിൾ ആയിട്ടുള്ള ആളെ കിട്ടിയെന്ന് ഓർത്തു. കരയിപ്പിക്കോടാ നീ. അല്ല, ശൈലേഷ് എന്നെ എന്താ കല്യാണത്തിന് വിളിക്കാഞ്ഞേ? ബ്ലോക്ക് ചെയ്ത് വെച്ചേക്കല്ലേ, പിന്നെ എങ്ങനെ വിളിക്കാനാ? അല്ല, വേറെ നമ്പറിൽ നിന്നും വിളിക്കായിരുന്നല്ലോ. അങ്ങനെ പ്ലാനൊക്കെ ഉണ്ടായിരുന്നു. പിന്നെ ഞാൻ വിളിച്ചു കഴിഞ്ഞാൽ എൻ്റെ ശബ്ദം കേട്ട് കട്ട് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ അതൊരു വിഷയമാവും. അയ്യടാ, ഞാൻ നിന്റെ കെട്ടുമുടക്കൊന്ന് പേടിച്ചിട്ടല്ലടാ തെണ്ടി. എനിക്ക് ശരിക്കും നിങ്ങളുടെ കല്യാണം കൊണ്ടുവന്ന ആഗ്രഹം ഉണ്ടായിരുന്നു. അപ്പം നിനക്ക് എന്നോട് ദേഷ്യം ഉണ്ടായിരുന്നില്ല? ദേഷ്യമൊക്കെ ഉണ്ടായിരുന്നു, പക്ഷേ കല്യാണം മുടക്കേണ്ട അത്ര ദേഷ്യമൊന്നും ഉണ്ടായിരുന്നില്ല. ശരിക്കും ഞാൻ ചെറിയ കള്ളമൊക്കെ പറഞ്ഞാൽ പോയത്. അതെനിക്കും അറിയാം, കാവ്യയ്ക്കും അറിയാം. അച്ഛന് ഹാർട്ട് അറ്റാക്ക് ഒന്നും ഉണ്ടായിരുന്നില്ല, പക്ഷെ കൊറോണ ഉണ്ടായിരുന്നു. പിന്നെ കൊറോണ ആർക്കാടാ വരാത്തത്? അങ്ങനെയല്ല, കുറച്ച് സീരിയസ് ആയിരുന്നു. പിന്നെ ഞാൻ പറ്റിച്ചു പോയോണ്ട് എന്നോടുള്ള വെറുപ്പ് പോയില്ലായിരിക്കുമല്ലോ അല്ലേ? എനിക്ക് നിന്നോട് വെറുപ്പൊന്നും ഉണ്ടായിരുന്നില്ല, അതുകൊണ്ടല്ലേ ഞാൻ കോൾ ചെയ്തേ. പക്ഷെ നീ ഫോൺ എടുത്തില്ലല്ലോ. പേടിയായിട്ടാ. അന്ന് നിന്റെ അവസ്ഥ എന്നോട് അമല് വിളിച്ച് പറഞ്ഞിട്ടുണ്ടായി. അതുകൊണ്ടാണ് ഞാൻ വിളിച്ചോണ്ടിരുന്നേ. പക്ഷെ നീ ഫോൺ എടുത്തില്ല, പിന്നെ ഞാനതങ്ങ് വിട്ടു. ചുരുക്കി പറഞ്ഞാൽ നിങ്ങളെല്ലാവരും ഒരു 10 ഗെറ്റ് ടുഗദർ കൊണ്ട് ഇരുത്തിയാലും ഒന്നും പേടിക്കാനില്ല. പക്ഷേ എൻ്റെ ലവ് കുട്ടേട്ടന് ഞങ്ങൾ നല്ലൊരു പൂക്കിനെ സെറ്റാക്കി തരും. ഇനി എങ്ങാനും കുട്ടേട്ടന്റെ പൊക്കി കാശ്മീരിലാണെങ്കിലോ? ആ, കുട്ടേട്ടാ അയ്യടാ, ചിരി നോക്കിയേ. റെഡിയായോ? ആ സ്റ്റാർട്ടായി. അപ്പോൾ നാളെയാണ് ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. സന്തോഷായിട്ട് പറയ്. അപ്പൊ നാളെയാണ് ഞങ്ങളുടെ കാശ്മീർ ട്രിപ്പ്. നിങ്ങളെല്ലാവരുടെയും പ്രാർത്ഥനയും അനുഗ്രഹവും വേണം. അപ്പൊ ഞങ്ങൾ പോകുമ്പോ ഭീകരന്മാരൊന്നും ഇല്ലാതിരിക്കാൻ വേണ്ടി നിങ്ങൾ പ്രാർത്ഥിക്കണം കേട്ടോ. നിങ്ങളുടെ എല്ലാവരുടെ റിക്വസ്റ്റ് പ്രകാരം എല്ലാ ദിവസവും ഞങ്ങളുടെ ഓരോ ഡാൻസിംഗ് റീൽ വെച്ചിട്ടുണ്ടാവും. അതാ വരുന്നത്. പിന്നെ എൻ്റെ വക -4 ഡിഗ്രിയിൽ 100 പുഷപ്പ്. കമന്റ്സ് വരുന്നുണ്ട്, കുട്ടേട്ടനെ നോയിക്കോണേ. കുട്ടേട്ടനെ ഞങ്ങൾ പൊന്നു പോലെ നോക്കും. പോരാത്തതിന് ഒരു കാശ്മീരി പൂക്കിനെ സെറ്റായി കൊടുക്കും. അപ്പൊ ഇതുവരെ തന്ന സ്നേഹത്തിന് എല്ലാവർക്കും നന്ദി. അപ്പൊ എല്ലാവരും മറക്കണ്ട, ലൈക്ക്, ഷെയർ ആൻഡ് കമന്റ്. This is Love Square signing off. Bye.